UDF സർക്കാരിന്റെ മധുവിധുകാലം അങ്ങോട്ട് കഴിഞ്ഞ സമയം കൂടിയാണ്. ഒരു മാസം പിന്നിടുന്നു. അതിനുശേഷം ആദ്യമുണ്ടായ വിവാദങ്ങളിലൊന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മദ്യത്തിന് ടാക്സ് കുറച്ചുകൊണ്ടുള്ള ബജറ്റിലെ പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് ഉണ്ടാകുന്നു. എക്സൈസ് മന്ത്രി അറിയാതെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന ആരോപണം പല വിധത്തിൽ ഉയരുന്നുണ്ട്. അത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ നിലപാട് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമറിയിച്ച് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ചില ബഹിരാഷ്ട്ര കമ്പനികൾ രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നേരത്തെ ഇടത് സർക്കാരിനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. നികുതി ഘടനയിൽ തീരുമാനമാകാത്തതുകൊണ്ട് ഉൽപ്പാദനം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബക്കാഡി ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നിവ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു ശ്രമം. ഈ കമ്പനിക്ക് വേണ്ടിയാണ് കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഗുരുതരമായ ഒരു വിമർശനം. എക്സൈസ് വകുപ്പ് അറിയാതെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ എതിർപ്പുണ്ട്. തീരുമാനം പിൻവലിക്കണമെന്നാണ് VM സുധീരൻ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കത്തും നൽകി എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. VV അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, നേരത്തെ മനസ്സിലാക്കേണ്ടത് എക്സൈസ് മന്ത്രി കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഈ കമ്പനികൾ സമീപിച്ചിരുന്നു. അവിടെയും ഒരു നിലപാടുമായി ബന്ധപ്പെട്ട നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനമാകാത്തതിൻ്റെ പേരിൽ ഉൽപ്പാദനം ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയും രാഷ്ട്രീയമായ ചില സമ്മർദ്ദങ്ങളൊക്കെ അന്നത്തെ എക്സൈസ് മന്ത്രിയുടെ മേൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അന്നത്തെ കാര്യം അത് കൂടുതൽ ബലത്തോടെ ഈ സർക്കാരിലും ചുമത്താനുള്ള നീക്കത്തിലാണോ ഈ കമ്പനി? രഞ്ജിത്ത്, മദ്യം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ്. മദ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ പിടിച്ചുയർത്തുന്ന പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ തന്നെ എന്നും മദ്യം തൊട്ടാൽ പൊള്ളുന്ന വിഷയവുമാണ് സംസ്ഥാനത്ത്. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ, അത് സർക്കാർ അധികാരത്തിൽ ഒരു മാസം പീരീഡ് മുമ്പ് തന്നെ അവതരിപ്പിച്ച ബജറ്റിൽ വന്ന നിർദ്ദേശം ഇതിനകം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് തന്നെ കാരണമായത്, തിരിച്ചു വരാതെ ഇരിക്കാൻ തന്നെ കാരണം മദ്യമാണ്. അന്ന് ബാറുകളുമായി ബന്ധപ്പെട്ട വിവാദമാണ്.